ഹലോ ഫ്രണ്ട്സ്, ലാബ് മല്ലു എന്ന ഈ ചാനലിലൂടെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. എക്സാമ്പിൾ ലാബ് ടെസ്റ്റിംഗ്, റിപ്പോർട്ട്സ്, റിപ്പോർട്ടിംഗ് എറേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് കാലിബ്രേഷൻ. ഇന്നത്തെ ടോപ്പിക് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ആദ്യം കയ്യിലെ വെയിൻ തിരഞ്ഞെടുക്കുന്നു. ടൂർണിക്കറ്റ് അധികം ടൈറ്റായി കെട്ടരുത്. പ്ലേറ്റ്ലെറ്റ് പരിശോധനയ്ക്കായി രക്തമെടുക്കുമ്പോൾ ടൂർണിക്കറ്റ് അധികം ടൈറ്റായി കെട്ടരുത്. ഇത് പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഫലം തെറ്റായി വരാം. ബ്ലഡ് EDTA ട്യൂബിൽ കളക്ട് ചെയ്യുന്നു. ട്യൂബ് പ്രോപ്പർലി മിക്സ് ചെയ്യണം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ റിപ്പോർട്ട് റിലീസ് ചെയ്യില്ല. സാമ്പിൾ റിപ്പീറ്റ് ചെയ്ത് പരിശോധിക്കും. സംശയമുണ്ടെങ്കിൽ പെരിഫറൽ സ്മിയർ പരിശോധിക്കും. മൈക്രോസ്കോപ്പിക് സ്ഥിരീകരണം പ്രധാനമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ നിന്ന് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പേഷ്യന്റിന് കൂടുതൽ റിലയബിൾ ആയ ലാബോറട്ടറി റിപ്പോർട്ട് നൽകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.